ബംഗാളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ സംഘടിപ്പിച്ച മഹാറാലി പുരോഗമിക്കുന്നു. CITU, ഓൾ കേരള, ഓൾ ഇന്ത്യ കിസാൻ സഭ, അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ എന്നിവരുടെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു റാലി സംഘടിപ്പിക്കുന്നത്. അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാറാലിയാണ് ഇത്തരത്തിൽ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംഘടിപ്പിക്കുന്നത്. ദൃശ്യങ്ങളിലടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളാണ് ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നത്. എങ്ങനെയാണ് റാലി പുരോഗമിക്കുന്നത് റഷീദ്? ആതിര, ബംഗാളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായി പ്രതിരോധിക്കാനാണ് ഇപ്പോൾ തൊഴിലാളി സംഘടനകളൊക്കെ തന്നെയും അണിനിരക്കുന്നത്. പ്രത്യേകിച്ചും ബംഗാളിൽ പ്രധാനമായും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ കർഷകർക്കെതിരെയും അതോടൊപ്പം മറ്റു തൊഴിലാളി മേഖലയിലും വലിയ വിമർശനങ്ങൾ ഉയർന്നൊരു സാഹചര്യമാണുള്ളത്. ഇതിനെതിരെയാണ് ഇപ്പോൾ നിലവിൽ CITUവും അതോടൊപ്പം ഓൾ ഇന്ത്യ കിസാൻ സഭ, അതോടൊപ്പം അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ തുടങ്ങിയിട്ടുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ മഹാറാലി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേന്ദ്രത്തിൻ്റെ തൊഴിൽ നിയമങ്ങൾ പിൻവലിക്കുക, അതോടൊപ്പം വിലക്കയറ്റം നിയന്ത്രിക്കുക, തൊഴിലാളികൾക്ക് 200 ദിവസത്തിൽ അധികമുള്ള തൊഴിൽ ഉറപ്പ് നൽകുക തുടങ്ങിയിട്ടുള്ള വിവിധ ആവശ്യങ്ങളാണ് പ്രധാനമായും തൊഴിലാളി സംഘടനകളൊക്കെ തന്നെയും ഈ മഹാറാലിയുടെ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം ഈ ചേരി നിവാസികളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിലേക്ക് ഈ കേന്ദ്ര സർക്കാരും അതോടൊപ്പം മമതാ ബാനർജിയുടെ സർക്കാരും ബംഗാളിൽ നീങ്ങിയിട്ടുണ്ട്. ഇതിനെതിരെയും ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് ഈ സംഘടനകളുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതോടൊപ്പം ഇത്തരത്തിൽ തൊഴിലാളി മേഖലയെ ചൂഷണം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ വിരുദ്ധ നിയമങ്ങളൊക്കെ തന്നെയും പിൻവലിക്കുക എന്നുള്ള പ്രധാന ആവശ്യവും CITU അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ പൊതുസമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ മേഖലയിൽ വലിയ റാലി സംഘടിപ്പിക്കാൻ തന്നെയാണ് സംഘടനകളുടെ തീരുമാനം. എന്തായാലും കടുത്ത ചൂടിലും തങ്ങളുടെ പ്രതിഷേധം കേന്ദ്രത്തിൻ്റെയും അതോടൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെയുമുള്ള പ്രതിഷേധം അറിയിക്കുന്നതിനായി സാധാരണക്കാരും കർഷകരും അടക്കം 10,000-കണക്കിന് ആളുകളാണ് ഇപ്പോൾ റാലി ഈ പൊതുസമ്മേളനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള CITUയുടെയും അതോടൊപ്പം മറ്റു സംഘടനകളുടെയും തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റഷീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ തൊഴിൽ നിയമം പിൻവലിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് നൽകുക, 200 ദിവസത്തെ തൊഴിലുറപ്പ്, അത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CITU അടക്കമുള്ള സംഘടനകൾ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രതിഷേധത്തിന് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഒരു ഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. റഷീദ, തീർച്ചയായും നമുക്കറിയാം, മോദി സർക്കാർ ഭരണത്തിൽ ഏറിയതിന് പിന്നാലെ രാജ്യത്തെ വിവിധ മേഖലകളിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. പ്രത്യേകിച്ചും ഈ കർഷകരുടെയും അതോടൊപ്പം തൊഴിലാളി മേഖലയിലും വലിയ ഈ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, കർഷകർ വർഷങ്ങളോളമായി രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ വലിയ പ്രക്ഷോഭം തീർത്തുകൊണ്ടിരിക്കുകയാണ്. മിനിമം താങ്ങുവില, അതായത് കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പ് നൽകുക, അതോടൊപ്പം ഈ കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേരത്തെയും നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആവശ്യങ്ങൾ തന്നെയാണ് CITU അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ ബംഗാളിലും ഉയർത്തുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് രാഷ്ട്രീയമായി തന്നെ ഏറെ മുന്നേറ്റം നിൽക്കുന്ന ഒരു പ്രക്ഷോഭമായി തന്നെ ബംഗാളിൽ മാറുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും മമതാ സർക്കാരിൻ്റെ തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കുമെതിരെയാണ് ഇത്തരത്തിലൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക, ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്ന് മമതാ ബാനർജി അടക്കം അവകാശപ്പെടുമ്പോൾ പോലും ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ കർഷകരും അതോടൊപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരെയും വലിയ ചൂഷണം നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിനെതിരെയുമാണ് ഇപ്പോൾ വലിയ പ്രക്ഷോഭം നടത്തുന്നത്. എന്തായാലും CITUവും അതോടൊപ്പം CPIMും ഒക്കെ തന്നെയും ഇതിന് മുന്നേറ്റം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ബംഗാളിലും അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിലും കൊണ്ടുപോകും എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് CITUവിൻ്റെയും അതോടൊപ്പം മറ്റു തൊഴിലാളി സംഘടനയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിലവിൽ ഇത്തരത്തിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ മുന്നേറ്റം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പ്രക്ഷോഭം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നിലവിൽ ഇപ്പോൾ നിരവധിയായിട്ടുള്ള ആളുകളാണ്, കർഷകരും സാധാരണക്കാരും അതോടൊപ്പം വിവിധ തൊഴിലാളി മേഖലയിലുള്ള സാധാരണ ജനങ്ങളുമാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിന് ഒരു ഫലം കാണാൻ കഴിയും
എന്നുള്ള ഒരു റഷീദ്, അത് തന്നെയാണ് ഏറെ തന്നെയാണ് പ്രധാനം. CITU കാരണം ഈ ഒരു സംഘടനകൾ പ്രതിഷേധം എന്ന് പറയുന്നത് ഏറെ ജനകീയമാണ് എന്നുള്ളതാണ്. ഈ സമൂഹത്തിന്റെ തന്നെ നാനായിടങ്ങളിൽ നിന്നുള്ള ജനങ്ങളാണ് ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാകുന്നത്. അതും കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള നയങ്ങൾക്കെതിരെ, കേന്ദ്ര നയങ്ങൾക്കെതിരെ. അതിന് തീർച്ചയായും അത് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും കനത്ത ചൂട് അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ, ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഈ അവസ്ഥയിൽ പോലും തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ തങ്ങളുടേതായ പ്രതിഷേധങ്ങൾ അവിടെ മുന്നോട്ട് വെക്കുക എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിരവധിയായിട്ടുള്ള പതിനായിരക്കണക്കിന് ആയിട്ടുള്ള ജനങ്ങളൊക്കെ തന്നെയും സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി തീരുന്നത്. നേരത്തെ ഈ മുർഷിദാബാദിലടക്കം വിവിധ സംഘർഷങ്ങളുള്ള സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ റാലികൾ സംഘടിപ്പിക്കുന്നതിനും അതോടൊപ്പം പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിനൊക്കെ തന്നെയും മമതാ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ വിലക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിലക്കുകളൊക്കെ തന്നെയും തരണം ചെയ്തുകൊണ്ട് വലിയ പ്രക്ഷോഭം മമതാ സർക്കാരിനെതിരെയും പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ വിരുദ്ധതയ്ക്കെതിരെയും വലിയ പ്രക്ഷോഭങ്ങൾ തീർക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. പതിനായിരക്കണക്കിന് ആളുകളാണ് നിലവിലിപ്പിൽ പൊതുസമ്മേളനത്തിൻ്റെ ഭാഗമായി എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട റാലിയും സംഘടിപ്പിക്കും. CITU-വിൻ്റെ സംസ്ഥാന നേതാക്കളും അതോടൊപ്പം വിവിധ സംഘടനകളുടെ നേതാക്കളൊക്കെ തന്നെയും ഈ സമരത്തിൻ്റെ ഭാഗമായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റു ക്രമീകരണങ്ങൾ എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ റഷീദ്? ഈ ഒരു റാലിയെ സംബന്ധിച്ച് ഇപ്പോൾ മഹാറാലി അടക്കം നടക്കാനിരിക്കുന്നു. ഈ റാലിക്ക് നേരത്തെ തന്നെ അനുമതി നേടിക്കൊണ്ടുള്ള നീക്കമൊക്കെ തന്നെയും CITU-യുടെയും മറ്റു സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെയും നിലവിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ അതിന് ഈ മുർഷിദാബാദിലെ സംഘർഷമടക്കം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ തങ്ങളുടെ പ്രക്ഷോഭം അല്ലെങ്കിൽ പ്രതിഷേധം സർക്കാരിനെതിരെയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെതിരെയും അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് CITU അടക്കമുള്ള സംഘടനകളുടെ നീക്കം. ഇതിൻ്റെ ഭാഗമായി തന്നെ വലിയ സജ്ജീകരണങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യത്തിലുള്ള ഒരു മേഖലയാണ് ഈ സമ്മേളനത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം സുരക്ഷയുടെ ഭാഗമായി CCTV-യും അതോടൊപ്പം പോലീസിൻ്റെയൊക്കെ തന്നെയും സേനകളും നിലവിൽ ഈ മേഖലയിൽ സ്തംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ആരോഗ്യ മേഖലയിൽ മായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി ആംബുലൻസുകൾ അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ സുരക്ഷയോട് കൂടി തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ വിവിധ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. ബംഗാളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ സംഘടിപ്പിച്ച മഹാറാലി പുരോഗമിക്കുകയാണ്. CITU, ഓൾ ഇന്ത്യ കിസാൻ സഭ, അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു റാലി സംഘടിപ്പിക്കുന്നത്. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.